ഹായ് വെൽക്കം ടു ജൂബിൾസ് ലേണിംഗ്. അങ്ങനെ സർവീസ് ടീച്ചേഴ്സിൻ്റെയും കേട്ടറ്റ് എക്സാം കഴിഞ്ഞു. സാധാരണ നമ്മുടെ കേട്ടറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ 2 തവണയാണ് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ 2026 തുടക്കത്തിൽ കഴിഞ്ഞ ഡിസംബറിലെ എക്സാം, 2025 ഡിസംബറിലെ എക്സാം ആയിരുന്നു 2026 ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ജൂണിൽ നടക്കേണ്ട എക്സാം ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതിനിടയിൽ കേട്ടറ്റ് സർവീസ് ടീച്ചേഴ്സിൻ്റെ എക്സാം അത് നീണ്ടുപോയി. അങ്ങനെ ഏതായാലും അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അടുത്ത കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേണ്ടി വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ വർഷവും കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പല വിദ്യാർത്ഥികളും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് പഠിക്കാറുള്ളത്. നേരത്തെ പ്ലാൻ ചെയ്ത് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് അത് പഠിച്ച് നന്നായിട്ട് പാസ്സാവുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് വേണം പഠനം തുടങ്ങാൻ എന്നൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇനി എന്നാണ് നോട്ടിഫിക്കേഷൻ വരിക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് എത്ര ദിവസമാണ് പഠിക്കാൻ കിട്ടുക. അപ്പോൾ നമുക്കൊരു സ്റ്റഡി നടത്താം. നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന ജനറൽ കേട്ടറ്റ് എക്സാമിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ എടുത്താൽ നമുക്കവിടെ ഓർമ്മിക്കേണ്ട ദിവസങ്ങൾ കാണാം. ഇതിൽ പ്രധാനമായിട്ടും പറയാം, അതായത് നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് അപ്ലിക്കേഷനൊക്കെ കൃത്യമായി കൊടുത്താൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കൂടെ നിങ്ങൾ പഠിക്കുകയും വേണം, അതിന് നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കേണ്ടതില്ല. സോ അന്ന് വന്ന ഡേറ്റ് 22/12 അല്ലേ, അതായത് ഡിസംബർ 22-നാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഡിസംബർ 22. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, അത് കഴിഞ്ഞ് അത് ഒരാഴ്ചക്കുള്ളിൽ 30 ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ അവസാന തീയതി വന്നു. പിന്നീട് അതിൻ്റെ എന്താ പറയുക, നമുക്കറിയാം ഫൈനൽ പ്രിൻ്റ് എടുക്കാൻ 30-ാം തീയതി തന്നെയാണ്. പിന്നെ എക്സാം വരുന്നത് എത്ര ദിവസമാണ്, അതായത് 22 കഴിഞ്ഞു അല്ലേ. ഡിസംബറിൽ നമുക്ക് ഏകദേശം ഒരു 8-9 ദിവസങ്ങൾ കിട്ടി. പിന്നെ പ്ലസ് അടുത്ത വർഷം ജനുവരിയിൽ അല്ലേ, ജനുവരിയിൽ 31 പ്ലസ് നമുക്ക് ഫെബ്രുവരി 11-നായിരുന്നു എക്സാം നടന്നത്. എന്നായിരുന്നു അല്ലേ, ഫെബ്രുവരി 11-നാണ് അല്ലേ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് തീയതി. പിന്നീട് അത് കഴിഞ്ഞിട്ട് എക്സാമോ. ഓക്കെ, അപ്പോൾ അടുത്ത വീക്കിൽ, അതായത് 15 കഴിഞ്ഞു 20-ന് ശേഷമാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഡിസംബർ 22-ന് സ്റ്റാർട്ട് ചെയ്ത എക്സാം അല്ലേ, ഡിസംബർ 22-ന് സ്റ്റാർട്ട് ചെയ്ത രജിസ്ട്രേഷൻ, അത് മുതൽ നമുക്ക് ഒരു ഫെബ്രുവരി, അടുത്ത വർഷം ഫെബ്രുവരി 21 വരെയുള്ള സമയം, അതായത് ഫെബ്രുവരി 21 അവിടെ നമുക്ക് 21 ദിവസം കൂടി. അപ്പോൾ ഏകദേശം നമുക്ക് വരുന്നത് 50-60 ദിവസം. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 62 കൊടുക്കുക, ഒരു റൗണ്ട് ചെയ്ത് നമുക്കൊരു 60 ദിവസം എടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് എക്സാം വരെയുള്ള ഡേറ്റ് ആണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. എന്നാൽ സർവീസ് ടീച്ചേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് കണ്ടോ, 2026 ഫെബ്രുവരി 26-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി 21-ന് എക്സാം കഴിഞ്ഞു. ഫെബ്രുവരി 26-ന് സർവീസ് ടീച്ചേഴ്സിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മുടെ എക്സാം കഴിഞ്ഞു, ഇനി എന്ന് നോട്ടിഫിക്കേഷൻ വരും, ഇനി ഒരുപാട് വൈകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കൃത്യമായി ഡാറ്റ വെച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ ആ ഇനിയുള്ള പഠിക്കാനുള്ള സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ പഠനം ആരംഭിക്കുക. പിന്നെ നമുക്ക് കിട്ടുന്ന 60 ദിവസം നമുക്ക് എത്രത്തോളം വെൽ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ടൈം ടേബിൾ. അപ്പോൾ ജൂബിൾസ് ലേണിങ്ങിനെ സംബന്ധിച്ച് നമ്മളെടുത്ത് നമുക്ക് 45 ഡേയ്സിൻ്റെയും അതുപോലെ 60 ഡേയ്സിൻ്റെ ഒക്കെ ടൈം ടേബിളുകളുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊരു 45 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ബാച്ചിന് വേണ്ടിയിട്ട് കാറ്റഗറി 1-ഓ 2-ഓ 3-ഓ 4 ഏതായിരിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, നിങ്ങൾക്ക് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. രണ്ടാമത്, ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതിന് കൂടെ പ്രാക്ടീസ് അല്ലേ, പ്രാക്ടീസ് നിർബന്ധമാണ്. പ്രാക്ടീസ് നിർബന്ധമാണെന്ന് പറയാൻ കാരണം,
നിങ്ങൾ എക്സാമിനോടനുബന്ധിച്ച് ഒരുപാട് തവണ ഓരോ ടോപ്പിക്കുകളുടെയും ടെസ്റ്റിലൂടെ കടന്നു പോയാൽ മാത്രമേ, നമ്മുടെ ലോങ് ടൈം ബാച്ചിലൊക്കെ ഉള്ളവർക്ക് അറിയാം, അവരൊരു തവണ ഇത് കംപ്ലീറ്റ് ചെയ്തു, അതിൽ ഇതിൻ്റെ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു, ഇനി റിവിഷൻ്റെ സമയത്ത് അവരെന്ത് ചെയ്യും, വീണ്ടും ആ ഓരോ ടെസ്റ്റുകൾ അവർ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ 150 ക്വസ്റ്റ്യൻ ആണല്ലോ വരുന്നത്, അതേ രീതിയിൽ നമ്മൾ ഇതിൽ പരിശീലിക്കും. ഏകദേശം 5ലധികം അല്ലേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടെസ്റ്റ് പോലെ തന്നെ പരിശീലിക്കും. സോ നിങ്ങളോട് പറയാനുള്ളത്, ഈ എക്സാം കൃത്യമായിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നാലേ എങ്ങനെയാണ് എക്സാമിൽ എഴുതേണ്ടത്. പലപ്പോഴും നമ്മൾ ചില ടോപ്പിക്കുകൾ മാത്രം നോക്കും, അതായത് നമ്മൾ സൈക്കോളജി നോക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് നോക്കും, എല്ലാം ഒരുമിച്ച് ഒരു എക്സാമിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാം ഹാളിൽ പോയിരുന്ന് എക്സാം എഴുതുന്ന ഫീലും അല്ലാതെ ചെയ്യുന്ന ഫീലും രണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ ജസ്റ്റ് കുറച്ച് എക്സാമുകൾ എഴുതും, പിന്നെ അടുത്ത ദിവസം കുറച്ച് എക്സാം എഴുതും. ഇത് വേണം. അതിന് പുറമെ കൃത്യമായിട്ട് ഒരു ഇന്ന വീക്കിൽ ഒരു മെഗാ ടെസ്റ്റ്, അതായത് 150 ക്വസ്റ്റ്യൻ ഉള്ള ഒരു ടെസ്റ്റ്, അടുത്ത വീക്കിൽ വീണ്ടും കൃത്യമായ ഇടവേളകളിൽ ഇത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പതിയെ ഇത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാം. അതായത് നമുക്ക് ഇപ്പോൾ 90 അതായത് ഏകദേശം 90 മാർക്ക് വേണം, അതല്ലെങ്കിൽ 85 മാർക്ക് വേണം, 82 മാർക്ക് വേണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷെ എക്സാം എഴുതി കഴിയുമ്പോൾ 4 മാർക്കിന് പോയി, 5 മാർക്കിന്, 2 മാർക്ക്, 1 മാർക്കിന് മിസ്സായി എന്നൊക്കെ പറയും. സോ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഓരോ ദിവസം കൊടുക്കുന്ന സമയം കൃത്യമായിരിക്കുക. ഒരു ദിവസം നമ്മൾ പഠിച്ചു, അടുത്ത ദിവസം തീരെ നോക്കിയിട്ടില്ല, പിന്നെ കുറച്ച് നോക്കി, പിന്നെ 2 ദിവസം നോക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഒരിക്കലും പാടില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി നിലനിർത്തിയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിലേക്ക് എത്താം. ചിലപ്പോൾ നമ്മൾ അല്ലേ, നമുക്ക് എക്സാം എഴുതി ചിലപ്പോൾ എളുപ്പമായിരിക്കും, ചിലപ്പോൾ ടഫായിരിക്കും. പക്ഷെ നമുക്ക് നേരത്തെ എക്സ്പെക്ട് ചെയ്ത് ഇത്ര മാർക്ക് നേടിയെടുക്കണം എന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉറപ്പായിട്ടും നടത്തേണ്ടത്. തീർച്ചയായിട്ടും എജ്യൂബിൾസ് ലേണിംഗ് നിങ്ങളെ സഹായിക്കാനുണ്ട്. നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യുകയും അവർ എല്ലാവരും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ കൃത്യമായിട്ട് പരിശീലിച്ചാൽ ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടിട്ട് എന്ന് നമ്മൾ വാക്ക് തരുന്നു. സോ നമ്മുടെ ഫ്രീ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരുപാട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, സ്റ്റഡി നോട്ട്സുകളൊക്കെ ഫ്രീ ആയി ലഭിക്കും. സോ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫ്രീ വാട്സപ്പ് ചാനലൊക്കെ ജോയിൻ ചെയ്യാം. സോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.